ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2026 വരാൻ പോകുന്ന ടോപ്പ് 20 SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ചിലപ്പോൾ കുറച്ച് പുതിയ വണ്ടികൾ ഉണ്ടാവുമായിരിക്കും. നമ്മളെല്ലാ ബ്രാൻഡ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡ്സിനെ എന്നല്ല പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഏതായാലും ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മഹീന്ദ്രയുടെ പുതിയ XUV 7XOയെ പറ്റിയാണ്. ഈ വണ്ടിയുടെ ടീസേഴ്സൊക്കെ ഇപ്പോൾ ഒരു 3-4 അവർ ഓൾറെഡി പുറത്തു വിട്ടിട്ടുണ്ട്. ഈ വരുന്ന ജാനുവരി 5-നാണ് ഇതിൻ്റെ റിവ്യൂല് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ. സോ ഇത് വൺ ഓഫ് ദി ഏർലി കാറാണ്, അതായത് പെട്ടെന്ന് തന്നെ വരുന്നൊരു വണ്ടിയാണ്. ഡിസൈനിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഫീച്ചേഴ്സ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നമുക്ക് പുതിയ 7E, അതായത് 7E അല്ല, XEV 9 അതുപോലെ XEV 9S പോലത്തെ വണ്ടികളായിട്ട് നല്ല ഇൻസ്പിറേഷനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അകത്തെ കളർ കോമ്പിനേഷനിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, അതൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. പവർ ട്രെയിൻ ഓപ്ഷൻസിൽ ഏതായാലും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 2.2 ലിറ്റർ ടർബോ ഡീസൽ, അതിൻ്റെ കൂടെ 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോക്ക് കൺവെർട്ടർ, അതുപോലെ 2 ലിറ്റർ എം സ്റ്റൈലിൻ പെട്രോൾ എഞ്ചിൻ, അതിൻ്റെ കൂടെ മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. പിന്നെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിന് പുറമെ നമുക്ക് AX9L എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻസ്, അതായത് പുതിയ വേരിയൻസിൻ്റെ നെയിമിംഗ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓൾറെഡി X3, X5, X7 ഒക്കെ ഇതിനകത്ത് ഉണ്ട്, പക്ഷേ X9 പുതിയ വരുന്ന വേരിയൻ്റ് ആണ്. X9L ആണ് ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. സോ അതാണ് XUV 7XO. ഇനി അടുത്ത നമ്മുടെ പുതിയ സെക്കൻഡ് ജനറേഷൻ കിയ സെൽറ്റോസ് ആണ്. ഈ വണ്ടി ഓൾറെഡി ഇവർ കാണിച്ചായിരുന്നു, നമുക്ക് ഫീച്ചേഴ്സ്, ഡിസൈൻ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാം. മീഡിയ ഡ്രൈവ് ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞാണ്, പക്ഷേ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. ഈ വരുന്ന ജാനുവരി 2 ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റേ ഗ്ലോബൽ ഡെബ്യൂ ആയിരുന്നു, അതിൻ്റെ അകത്ത് എന്തോ ഭാഗ്യത്തിന് ഇന്ത്യ ഉണ്ടായിരുന്നെന്ന് മാത്രം. സാധാരണ ഗ്ലോബൽ ഡെബ്യൂവിൽ ഇന്ത്യ ഉണ്ടാവാറില്ല. എനിവേ നമുക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, എഞ്ചിൻ, പവർ ഓപ്ഷൻസ് എല്ലാം അറിയാം. ജസ്റ്റ് പ്രൈസിന് മാത്രം വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ജാനുവരി 2 ലഭിക്കുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത വാഹനം ടാറ്റയുടെ പുതിയ സിയേറ EV ആണ്. നമ്മൾ ഓൾറെഡി പുതിയ സിയേറ കണ്ടായിരുന്നു, പക്ഷേ സിയേറയുടെ ഇലക്ട്രിക്കും അവർ പെട്രോൾ ഡീസൽ മോഡലിൽ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ മോഡലിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനിൽ വ്യത്യാസം വരുന്ന ഫ്രണ്ടിൽ ആ ഒരു DRLസിൻ്റെ താഴെ വരുന്ന ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് അവർ നേരെ താഴത്ത് ഫോഗ് ലാമ്പും അതുപോലെ ഹെഡ് ലാമ്പും തമ്മിലുള്ള ആ ഒരു അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. കണക്റ്റഡ് DRLസ്, റിയർ ഡിസൈൻ, അലോയ് വീൽസിൻ്റെ ഡിസൈൻ വരെ സെയിം ആയിരുന്നു. അതൊക്കെ ചിലപ്പോൾ ഫൈനൽ വണ്ടി വരുമ്പോഴേക്കും കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ സിയേറയുടെ ഇലക്ട്രിക് വേർഷൻ 2026 അവസാനമൊക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ പെട്രോൾ ഡീസൽ ഇപ്പം ഇല്ലാത്തൊരു സംഭവമാണ് ഓൾ വീൽ ഡ്രൈവ്. അത് നമുക്ക് ഹാരിയർ റിവ്യൂവിൽ കിട്ടിയ പോലെ തന്നെ ക്വാഡ് വീൽ ഡ്രൈവായിട്ടും റിയർ വീൽ ഡ്രൈവായിട്ടും ഈ വണ്ടിയിലുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന ടാറ്റയുടെ പുതിയൊരു വാഹനമാണ് അവിന്യ സീരീസിലുള്ള ആദ്യത്തെ വണ്ടി. അതൊരു സ്പോർട്ട് ബാക്ക് ഫോമിൽ ആദ്യം വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ ഡിസൈൻ എലമെൻറ്റ്സ്, ടീസേഴ്സ്, അതായത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ എന്നുള്ളതൊക്കെ അവർ കുറച്ച് കോൺസെപ്റ്റ്സിലായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു വണ്ടി വരണമെന്ന് നിർബന്ധമില്ല, കാരണം മഹീന്ദ്രയ്ക്ക് എങ്ങനെയാണ് BE റേഞ്ച് ഉള്ളത്, അതുപോലെ തന്നെയാണ് ടാറ്റയ്ക്ക് അവിന്യ റേഞ്ചും വരുന്നത്. കാരണം അതൊരു ബ്രാൻഡാണ്, അതിൻ്റെ താഴത്ത് അവർ കുറച്ച് വണ്ടികൾ ഇറക്കും, പക്ഷേ പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളായിരിക്കും. ഹാരിയർ റിവിയുടെ ഒക്കെ മുകളിലായിരിക്കും ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. സോ ഇതിൻ്റെ ആദ്യത്തെ വാഹനം നമുക്ക് 2026 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത വണ്ടി കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനമായ വിറ്റാരയാണ്. ഇതിൻ്റെ ലോഞ്ച് ഓൾറെഡി ഡിസംബർ 2 കഴിഞ്ഞായിരുന്നു, പക്ഷേ പ്രൈസ് ഇപ്പോഴും അറിയില്ല. എന്തിനാണ് ഇവർ ഇപ്പോഴും പ്രൈസ് പറയാൻ മടിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഏതായാലും ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാം നമ്മുടെ MG പണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സംഭവമൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് മിക്കവാറും സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറവായിരിക്കും. അത് ജസ്റ്റ് പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ആരും ഉപയോഗിച്ച് അവർ ഈ ഒരു സംഭവം വെച്ച് ആരും വണ്ടി എടുത്തായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിവേ ജാനുവരി 2026 വാഹനത്തിന് ലോഞ്ച് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫീച്ചേഴ്സും പവർ ഓപ്ഷൻസും ബാറ്ററി കൺഫിഗറേഷനും എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, കാരണം മീഡിയ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞാണല്ലോ. ഏതായാലും ഇത് ബേസ് ചെയ്തിട്ടുള്ള തന്നെ ടൊയോട്ടയുടെ ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്, അർബൻ ക്രൂസർ EV. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതായിരുന്നു. ഡിസൈനൊക്കെ ഏകദേശം ഇതുപോലെ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലോഞ്ച് എന്നറിയില്ല, പക്ഷേ പ്രൈസിങ്ങും ബാക്കി എല്ലാ സ്പെക്കും എക്സാക്ട്ലി വിറ്റാര പോലെ തന്നെയാണ് വരുന്നത്. 2026 ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ വണ്ടിയും ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നു. നമുക്ക് നോക്കാം, രണ്ടും ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ സുസുക്കിയുടെ ഹാർടെക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വിറ്റാര ബേസ് ചെയ്തിരിക്കുന്നത്. അത് ടൊയോട്ടയുടെ 27PL ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആണെന്നും കുറേ മുന്നേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇനി അതാണ് ഈ രണ്ട് വാഹനങ്ങളുടെ കാര്യങ്ങൾ. ഇത് രണ്ട് വണ്ടികളാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ടാറ്റയുടെ പുതിയ ഹാരിയറിൻ്റെയും സഫാരിയുടെയും പെട്രോൾ മോഡൽസിൻ്റെ ലോഞ്ചാണ്. പെട്രോൾ മോഡൽസ് അവർ ഓൾറെഡി കാണിച്ചു, അതിൻ്റെ മീഡിയ ഡ്രൈവ് കഴിഞ്ഞാണ്. 170 PS പവറും 280 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ലതാണ്, ഡീസലിനേക്കാൾ ഫാസ്റ്റാണ്. ഏകദേശം ഒരു 10 സെക്കൻഡ്സിനകത്തൊക്കെ 0 to 100 അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും അറിയാത്തതിൻ്റെ പ്രൈസിംഗ് ആണ്. അത് 2026 ജാനുവരിയിൽ തന്നെ വരും എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫിയർലെസ് അൾട്ര എന്ന് പറഞ്ഞ വേരിയൻ്റ് ഡീസലും ഈ മാസം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടാറ്റയുടെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു വാഹനമാണ്
പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റും അതുപോലെ പഞ്ച് EVയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയ അപ്ഡേറ്റും. പഞ്ച് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവർ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ടെസ്റ്റ് ചെയ്ത വണ്ടികളിൽ ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികളിൽ കുറച്ചൊക്കെ ഡിസൈൻ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് DRLസിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന ചെറിയ വ്യത്യാസം, അതുപോലെ LED ഹെഡ് ലാംപ്സ് നോർമൽ പഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസം, കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, അലോയ് വീൽസിൻ്റെ ഡിഫറൻസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചേഞ്ചസ് വരുന്നത്. ഇൻറ്റീരിയറിൽ മിനിമലായിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ. ഡാഷ്ബോർഡിൽ ലേഔട്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഏതായാലും ഈ വണ്ടി നമുക്ക് ഈ വരുന്ന 2026 ഫസ്റ്റ് ഹാഫിൽ കിട്ടും എന്നാണ് പറയുന്നത്. പഞ്ചിൻ്റെ നോർമൽ ഫേസ് ലിഫ്റ്റ് അധികം വൈകാതെ തന്നെ വരും. പഞ്ച് EVയുടെ അപ്ഡേറ്റഡ് മോഡൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ അടുത്ത 2 വാഹനങ്ങൾ നിസാൻ്റെ പുതിയ ടെക്ടോണും അതുപോലെ റെനോയുടെ ഡസ്റ്ററും ആണ്. രണ്ടും ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ ഒരുമിച്ചൊക്കെയാണ് കാണുന്നത്. ഏതായാലും ഡസ്റ്റർ ആയിരിക്കും ആദ്യം വരുന്നത്. ഈ വരുന്ന റിപ്പബ്ലിക് ഡേ, അതായത് ജാനുവരി 26 ഈ വണ്ടിയുടെ റിവീൽ നടക്കാൻ പോകുന്നത്. പ്രൈസും സാധനങ്ങളൊന്നും വരുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നമുക്ക് അന്ന് വണ്ടി കാണാൻ പറ്റും. പിന്നെ റെനോ ഇപ്പോൾ കാണിക്കുന്ന പുതിയ ടീസേഴ്സിലൊക്കെ ആണെങ്കിലും നമുക്കിതിൻ്റെ ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസം ഇൻ്റർനാഷണൽ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യക്ക് വേണ്ടി ഈ വണ്ടി അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്ത് ഫീച്ചേഴ്സൊക്കെ കൂട്ടി നല്ല സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇറക്കാൻ പോകുന്നത് തന്നെ പറയാം. എഞ്ചിൻ ഓപ്ഷൻസ് 1.3 ടർബോ കൺഫേം ആണ്, പക്ഷേ അതിന് താഴെ ബേസ് എഞ്ചിനായിട്ട് ഏതെങ്കിലും വേറെ കൊടുക്കും എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. അത് 2026 അവസാനം അല്ലെങ്കിൽ 2027 ആകുമ്പോഴേക്കും ലോഞ്ച് ചെയ്യും എന്നാണ് റെനോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിസാൻ ടെക്ടോണിൻ്റെ കേസ്. ഇതിൻ്റെ ടീസർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ വണ്ടി വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒഫീഷ്യൽ ടീസർ ഇൻ ദ സെൻസ് നമുക്ക് വണ്ടിയുടെ ഡിസൈനൊക്കെ അവർ ഇതിന് മുന്നേ ചെറുതായിട്ട് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൊത്തം ഒന്ന് കവേർഡൊക്കെ ആക്കിയിട്ട്. പക്ഷേ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എന്നായിരിക്കും എന്നുള്ളത്. പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ 2-3 മാസം കൊണ്ടൊക്കെ തന്നെ ഈ വണ്ടിയും ഇറങ്ങിയേക്കാം. കാരണം രണ്ടും എസെൻഷ്യലി സെയിം വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവർ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡിസൈനിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് ഉണ്ട്. രണ്ട് വണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സിമിലാരിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. സിമിലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഡിസൈനിൽ മാത്രമാണ്, ബാക്കി ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് സാധനങ്ങളൊക്കെ കുറേ സെയിം ആയിരിക്കും, എഞ്ചിനും സെയിം ആയിരിക്കും. ഇനി അടുത്ത അഗൈൻ 2 വണ്ടികളാണ് വരുന്നത്. പക്ഷേ അതിൽ ആദ്യത്തേത് കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ഇതും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്, അതായത് ഫ്രണ്ടിലും ബാക്കിലും ബമ്പറിൻ്റെ റീഡിസൈൻ, ഹെഡ്ലാമ്പിൻ്റെ റീഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത്ര മാറ്റങ്ങൾ അവർ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ടൈഗോൺ ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യം. ഇതിൻ്റെ അകത്തും നമുക്ക് കുറച്ചൊക്കെ റീഡിസൈൻ എലമെൻറ്റ്സ് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ എനിക്ക് ഈ ഒരു ക്യാമഫ്ലാഷ് ഇമേജസ് നോക്കിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് പവർ ടൺ ഓപ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ 1 ലിറ്റർ ടർബോയുടെ കൂടെ നമുക്ക് 8 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് കിട്ടും എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഫീച്ചേഴ്സൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും, അതിപ്പോൾ എന്തായാലും അവർ ചെയ്യുന്നതാണല്ലോ. അതുപോലെ തന്നെ കുറച്ചൊക്കെ ചേഞ്ചസ് ഡിസൈനിൽ വരുത്തും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അഗൈൻ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനി അടുത്ത് നമ്മുടെ പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ലീഗ് ഡിമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടിപ്പിക്കൽ സുസുക്കി ഫേസ് ലിഫ്റ്റ് പോലെ തന്നെ അധികം വ്യത്യാസമൊന്നും ഇല്ലാത്ത വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ ക്യാമഫ്ലാജ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. വണ്ടി മൊത്തം അവർ കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കവർ ചെയ്യാൻ മാത്രമുള്ള ചേഞ്ചസ് ഇതിലില്ല. ഇപ്പോൾ പണ്ട് മറ്റേ സ്വിഫ്റ്റിനൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നല്ലോ, ഗ്രില്ലിനകത്തൊരു ചെറിയ ക്രോം പീസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് 3rd ജനറേഷനിൽ. അങ്ങനത്തെ വളരെ മൈനർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം കാണാനുണ്ട്. ബാക്കിയൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. ചിലപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും മഹീന്ദ്രയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് 3XO ഇലക്ട്രിക്കിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഇപ്പം നിലവിലുള്ളത് XV400 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. അതിൻ്റെ സെയിൽസൊക്കെ ഭയങ്കര പൂറാണ്. അവർ അങ്ങനെ കാര്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുമില്ല. ഇവൻ നമ്മുടെ 3XO ഡിസൈനിലേക്ക് വല്ലതും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നിർത്തിയിട്ടായിരിക്കും മിക്കവാറും അവർ ഈ 3XO ഇലക്ട്രിക് ഇറക്കാൻ പോകുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 400 ഏകദേശം 4.2 മീറ്റേഴ്സ് ലെങ്ത് വരുന്നൊരു വണ്ടിയാണ്. 3XO എന്ന് പറയുന്നത് സബ് 4 മീറ്റർ ആണ്, അതായത് 4994 mm അങ്ങനെ കണ്ടാണ് ലെങ്ത് വരുന്നത്. അത്രയൊക്കെ തന്നെ പുതിയ 3XO EVക്ക് ലെങ്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇലക്ട്രിക് വണ്ടികളിൽ നമ്മുടെ സബ് 4 മീറ്റർ റൂൾസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് അവർ ലെങ്ത് കൂട്ടിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എനിവേ ഇതിൻ്റെ ഈ വണ്ടി വരാൻ പോകുന്നത്, ഇലക്ട്രിക് വരാൻ പോകുന്നത് 2026 അതിപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. മഹീന്ദ്രയുടെ ന്യൂസ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, 2 എണ്ണം ഇനി കണ്ടിന്യൂസ് മഹീന്ദ്രയുടെ ന്യൂസ് തന്നെയാണ്. അതിലടുത്തത് വിഷൻ എസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് 2026 ലോഞ്ച് ചെയ്യുമെന്നായിരുന്നു അവർ ആദ്യം കാണിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാം. ആൻഡ് ഈ വണ്ടിയാണ് കുറച്ച് കാലമായിട്ട് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് കാണിക്കുന്നതിന് മുന്നേ അവർ കുറച്ച് കാലം ഇത് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ബൊലേറോയുടെ പുതിയ ജനറേഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അല്ല, ഇത് സ്കോർപിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോണോകോക്ക് വണ്ടിയായിരിക്കും. സബ് 4 മീറ്റർ കാറ്റഗറിയിൽ തന്നെയാണ് ഇത് വരാൻ പോകുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷേ എന്തായാലും ലേറ്റസ്റ്റ് വണ്ടി ആയതുകൊണ്ടും പുതിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന വണ്ടി ആയതുകൊണ്ടും നമുക്ക് പുതിയ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ വണ്ടിയിൽ നിൽക്കുന്നത്. വളരെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതായത് സിയേറയുടെ ഒരു സബ് 4 മീറ്റർ കോമ്പറ്റീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം.
ഇനി അടുത്ത് നമ്മുടെ പുതിയ താർ ഫേസ് ലിഫ്റ്റ് ആണ്. ഇവർ ഓൾറെഡി താറിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇറക്കിയായിരുന്നു കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും. ഇതിപ്പോൾ എന്തിനാണ് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇപ്രാവശ്യം താറിൻ്റെ അകത്ത് പിന്നെയും അവർ റോക്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രില്ല്, ബമ്പർ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയും ഒരു ഫേസ് ലിഫ്റ്റ് ആയിട്ട് ഇറക്കാനായിരിക്കും. മറ്റതിൻ്റെ അകത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കുറച്ച് വേരിയൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പ്രോപ്പർ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്. എന്തായാലും നോക്കാം, ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഈ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം നമ്മുടെ MGയുടെ പുതിയ മെജസ്റ്റർ ആണ്. ഇതവർ 2025 ഇറക്കും എന്ന് പറഞ്ഞാണ്. 24 അവസാനം മുതൽ ടെസ്റ്റിംഗ് തുടങ്ങിയ വണ്ടിയാണ്. ഇറക്കാൻ ഇവർക്കും കോൺഫിഡൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഗ്ലോസ്റ്ററിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഗ്ലോസ്റ്റർ ഇപ്പോൾ ഓൾറെഡി ഇവിടെ അത്യാവശ്യം പൂറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഈ വണ്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. ഡിസൈനും സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 2025 സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓട്ടോ എക്സ്പോ ആണെന്നായിരുന്നു അതിൻ്റെ അകത്ത് ഒരു വണ്ടി കാണിച്ചതുമാണ്. ആൻഡ് അത്യാവശ്യം കുറച്ചുകൂടെ ബൾക്കി ആയിട്ടുള്ള ഫോർച്യൂണറിലൊക്കെ സൈസുള്ളൊരു വണ്ടിയാണത്. ഫീച്ചേഴ്സും നമുക്കറിയാം MG ആയതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഇവർ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. 2026 ഇറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, ഇതാണ് 2026 വരാൻ പോകുന്ന 20 SUVസിൻ്റെ വീഡിയോ. ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ നിങ്ങൾ കാത്തിരിക്കുന്നത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.